വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. രോഗലക്ഷണങ്ങളുള്ള 443 പേർ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 68 പേർ അഡ്മിറ്റാണ്. 163 പേർ നിരീക്ഷണത്തിലാണ്. രോഗവ്യാപനം തടയാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് രാവിലെ കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെയും സ്ഥലം MLA IC ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടത്തുകയുണ്ടായി. ഈ യോഗത്തിൽ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അധികാരികളും എല്ലാം ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴത്തെ നിലവിൽ ഏതാണ്ട് ഒരു 413ഓളം ആളുകളാണ് ഈ ഷിഗല്ല രോഗവുമായി നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 68 പേർ വിവിധ ആശുപത്രികൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതി വലിയ രീതിയിൽ നിരീക്ഷിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എടുത്ത പ്രധാന തീരുമാനങ്ങൾ ഓരോ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമെല്ലാം പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നടന്ന സ്ഥലത്തുള്ള, അതായത് നെന്മേനി പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അസുഖബാധിതരായ കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലും പ്രത്യേക നിരീക്ഷണം നടത്തും. അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 35ഓളം ആദിവാസി കുട്ടികൾക്കും ഈ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെ പ്രത്യേക നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കും എന്നുമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഇന്നലെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് വന്നത്. അതിൽ നിന്നും ഇത് ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇന്ന് വൈകിട്ടോടെ ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടികളെല്ലാം സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും ചില കുട്ടികൾക്കൊക്കെ ചില അസ്വസ്ഥതകൾ വരുന്നുണ്ട്. അവരൊക്കെ പ്രത്യേകിച്ച് നിരീക്ഷിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് വേണ്ട എല്ലാ മുൻകരുതലുകളും ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ. ഷിഗല്ല ബാധയുടെ പശ്ചാത്തലത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി അറിയിച്ചു. വയറിളക്കവും പനിയും ഒക്കെ ഛർദിയുണ്ടായി. ഇതിന്റെ രോഗലക്ഷണമാണ്. പല കുട്ടികളെ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവസാനം കഴിഞ്ഞ ദിവസം വന്ന 25ഓളം കുട്ടികൾ, അല്ലെങ്കിൽ 4 കുട്ടികൾക്ക് കുഴപ്പമില്ല. 21 കുട്ടികളുടെ പരിശോധനാ ഫലത്തിൽ 2 എണ്ണം ഇന്നലെ പോസിറ്റീവ് ആയിട്ടുണ്ട്. 19 കുട്ടികളുടെ ഇന്ന് വൈകുന്നേരത്തോടെ റിസൾട്ട് കിട്ടും. പക്ഷേ ഭാഗ്യവശാൽ ഒന്നും മാരകമായിട്ടുള്ളതല്ല. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാനൊരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട പൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പല VIP-കളും തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ തീരെ വൃത്തികെട്ട സ്ഥലത്ത് തട്ടുകട നടത്തിയാൽ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമാണെങ്കിൽ അതിനാണ് ക്ലോറിൻ വെച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ പലരുടെയും പരാതി എന്താ അറിയോ? ക്ലോറിന്റെ മണം പിടിക്കുന്നില്ല. വായിടുമ്പോ കുടിക്കുമ്പോ ഒരു ജാതി ചോയുണ്ട്. എന്നാൽ വെറും വെള്ളം കുടിച്ചിട്ടേ ഷിഗല്ല വന്നാലത്തെ അവസ്ഥ എന്താ? ഛർദിയും വയറിളക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മരണവും സംഭവിക്കും. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.